ഇന്ത്യ കണ്ട ആദ്യത്തെ പട്ടിണി മരണം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കുടുംബജീവിതത്തിലേക്ക് കയറിയ തുഷാര എന്ന പെൺകുട്ടിയുടേതായിരുന്നു. മരിക്കുമ്പോൾ തുഷാരയുടെ ആമാശയം ശൂന്യമായിരുന്നു. ഭക്ഷണത്തിന്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. പട്ടിണി കിടന്ന നട്ടലിനോട് ഒട്ടിച്ചേർന്ന ആ വയറ്റിൽ ഒരു തരി ആഹാരം പോലും അവശേഷിച്ചിരുന്നില്ല. ഒരിറ്റ് വെള്ളമുണ്ടായിരുന്നില്ല. 5.5 വർഷം നീണ്ട വിവാഹ ജീവിതത്തിൽ കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര തുഷാര അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ 6 വർഷത്തിനു ശേഷം വിധി വന്നപ്പോഴും തുഷാര അനുഭവിച്ച ദുരിതങ്ങൾ കേട്ടുനിന്നവരെ കണ്ണീരണിയിക്കുന്നതായിരുന്നു. എന്ത് ക്രൂരമായ മരണം! ഒടുവിൽ കേസിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും കോടതി ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ്. പൂയപ്പള്ളി ചരുവിള വീട്ടിൽ 36-കാരനായ ചന്തുലാൽ, 62-കാരിയായ മാതാവ് ഗീതാലാലി എന്നിവരെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇരുവർക്കും ഓരോ ₹1,00,000 പിഴയും വിധിച്ചു. ചന്തുലാലിന്റെ പിതാവും കേസിലെ 3-ാം പ്രതിയുമായ 66-കാരനായ ലാലിയെ 1.5 വർഷം മുൻപ് ഇത്തിക്കര 6-ന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പട്ടിണി കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കേസാണിതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 5.5 വർഷം കഴിഞ്ഞാണ് 28-കാരിയായ തുഷാര കൊല്ലപ്പെടുന്നത്. 2019 മാർച്ച് 21-ന് രാത്രി മകൾ മരിച്ചെന്ന വിവരം തുഷാരയുടെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വന്നറിയിക്കുന്നത്. ഇതറിഞ്ഞ് രാത്രി തന്നെ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തി മൃതദേഹം കണ്ടപ്പോൾ ദയനീയമായ ശോഷിച്ച രൂപമായിരുന്നു തുഷാരയ്ക്ക്. അവർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയായിരുന്നു. തുഷാര മരിക്കുമ്പോൾ ഭാരം 21 കിലോഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം ഇല്ലായിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചർമ്മം എല്ലിനോട് ചേർന്ന മാംസം ഇല്ലാത്ത നിലയിലായിരുന്നു. വയറൊട്ടി വാരിയെല്ല് തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു. മസ്തിഷ്കത്തിൽ ഉൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ നീർക്കെട്ട് ബാധിച്ചിരുന്നു. 2013-ലായിരുന്നു ചന്തുലാലിന്റെയും തുഷാരയുടെയും വിവാഹം. നിർധന കുടുംബമാണ് തുഷാരയുടേത്. എങ്കിലും 20 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് ഉറപ്പ് നൽകിയാണ് വിവാഹം നടത്തുന്നത്. ശേഷം സ്ത്രീധന തുക 3 വർഷത്തിനുള്ളിൽ നൽകാമെന്ന് കാണിച്ച പ്രതികൾ തുഷാരയെ കൊണ്ട് കരാറിൽ ഒപ്പുവെപ്പിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 സെന്റ് സ്ഥലം നൽകണമെന്നായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 3 മാസം പിന്നിട്ടപ്പോൾ മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും ചന്തുലാലിന്റെ വീട്ടുകാർ പീഡിപ്പിച്ചു. തുഷാര സ്വന്തം വീട്ടിൽ പോകാനോ മാതാപിതാക്കളുമായി സഹകരിക്കാനോ കാണാനോ അവർ അനുവദിച്ചില്ല. 2 പെൺകുട്ടികൾ ജനിച്ചെങ്കിലും അവരെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചിരുന്നില്ല. തുഷാര മരിക്കുമ്പോൾ മക്കൾക്ക് 3.5-1.5 വയസ്സ് വീതമായിരുന്നു പ്രായം. ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും 3.5 വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായ വഴിത്തിരിവാവുകയായിരുന്നു. നഴ്സറിയിൽ കുട്ടിയെ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് അവർ കിടപ്പ് രോഗിയാണെന്നാണ് പ്രതികൾ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. മാത്രമല്ല, അമ്മയുടെ പേര് തുഷാര എന്നതിന് പകരം 2-ാം പ്രതിയുടെ പേരായ ഗീത എന്നാണ് പ്രതികൾ അധ്യാപികയെ വിശ്വസിപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകനായ KB മഹേന്ദ്ര ഹാജരായി. ഡിവൈഎസ്പിമാരായ ദിനരാജ്, നാസറുദ്ദീൻ എന്നിവരാണ് അന്വേഷണം നടത്തിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, വിദ്യ എന്നിവരായിരുന്നു പ്രോസിക്യൂഷന്റെ സഹായികളായി എത്തിയത്.